ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വരുണ സുവർണയുടെ കോള് വരുവാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഈ റിസോർട്ട് ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടെ ഇവിടെ വന്ന് ഒരു അടിച്ചുപൊളിയൊക്കെ ഉണ്ട് എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ഗീതുവിന് ഭയങ്കര ദേഷ്യവും അറപ്പമൊക്കെ ആവുകയാണ് കേട്ടോ. അതേ സമയത്ത് ഗോവിന്ദ് നമ്മുടെ രേഖയുടെയും വരുണിൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് ചിന്തിക്കുക, ഞാൻ എൻ്റെ കാമുകനെ വിളിച്ചിറക്കാനൊന്നും അല്ലല്ലോ വന്നേ, ഞാൻ താലി കിട്ടി എൻ്റെ സ്വന്തം ഭാര്യനെ, അവൾ ഇതിൻ്റെ അകത്ത് പെട്ട് കിടക്കുക, പാവം എൻ്റെ ഗീതു എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പൊറുതി മുട്ടിയിട്ട് രാധികാമ്മയോട് എല്ലാം പറയാമെന്ന് ഉറപ്പിച്ച് ചെന്ന് ഗോവിന്ദ് രാധികാമ്മയുടെ മുറിയുടെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. ബെല്ലടിച്ചിട്ടോ കോളിംഗ് ബെല്ല് വർക്കാവുന്നില്ല, ആരും വരുന്നില്ല. അവസാനം ഗോവിന്ദ് ചിന്തിക്കുകയാണ്, എന്തേലും കാണിച്ച് ശരിയാക്കാം എന്നോർത്ത് ഒരു മാസ്ക് ഒക്കെ എടുത്തു വെക്കുവാണ് കേട്ടോ. എന്നിട്ട് പയ്യെ പോയാൽ വാതിലെ മുട്ടാം എന്നൊക്കെ ഓർത്ത് നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ വരുണാണെങ്കിൽ രേഖയുടെ അടുത്ത് ചെന്ന് കിടക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഇന്നത്തോടെ നിന്നെ ഞാൻ കീഴ്പ്പെടുത്തും, പിന്നെ നീ എൻ്റെ അടിമയായിരിക്കും എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗീതു മനസ്സിൽ പറയാണ്, അതൊരിക്കലും സംഭവിക്കില്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ല വരുണേട്ടാ, അത് സമ്മതിക്കാനും പോകുന്നില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ഗീതു നേരെ മുറിയിൽ നിന്ന് ഇറങ്ങി ഒരു ഫ്ലവർ വേസ് എടുത്ത് നമ്മുടെ വരുണിൻ്റെ തലക്കിട്ട് ഒറ്റയടി അടിക്കുവാണ് കേട്ടോ. വരുൺ നേരെ ബോധം കെട്ട് രേഖയുടെ അപ്പുറം പോയി വീഴുവാണ്. അതേ സമയത്ത് ഗോവിന്ദ് പയ്യെ വാതിലെ മുട്ടാമെന്ന് ഓർത്ത് മാസ്ക് ഒക്കെ വെച്ച് മുട്ടാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. മാസ്ക് വെച്ച് മുട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗീതു പയ്യെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കാൻ നേരത്ത് ഇങ്ങനെ മാസ്ക് വെച്ച രൂപം കാണും കേട്ടോ. ഗീതു വീണ്ടും ചെന്ന് ആ ഫ്ലവർ വേസ് എടുത്തുകൊണ്ട് വന്ന് ആ പുറത്തേക്ക് നാളുടെ തലയ്ക്ക് അടിക്കാൻ വേണ്ടി വാതിൽ തുറക്കും അടിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദ് പെട്ടെന്ന് മാസ്ക് മാറ്റിയിട്ട് പറയുകയാണ്, ഗീതു ഇത് ഞാനാ, അടിക്കല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഗീതു ആ ഫ്ലവർ വേസ് അവിടെ വെക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇവർ രണ്ടും ഉറങ്ങിയോ ഇത്രയും നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നത്, ഉറങ്ങിയതല്ല, ബോധം പോയതാ രണ്ടുപേരുടെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗീതുവിനെ പെട്ടെന്ന് നോക്കിയിട്ട് ഗോവിന്ദ് ചോദിക്കുക, നീ ഇവരെ വല്ലതും ചെയ്തോ, നീ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, അതൊക്കെ പിന്നെ പറയാം, ഇവിടെ നിന്ന് കഥ പറയാനുള്ള സമയമില്ല, വാന്ന് പറഞ്ഞ് ഗോവിന്ദിനെയും കൂട്ടി ഗീതു നേരെ മുറിയിലോട്ട് പോവാണ് കേട്ടോ. മുറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, എന്തായാലും ഇന്നിനിപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് എന്തായാലും ബോട്ട് എടുക്കുകയുള്ളൂ, ആ ബോട്ടിന് കയറി നമുക്ക് ഇവിടുന്ന് മൂന്നാറിന് പോകാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗീതു പറയാണ്, നിങ്ങളുടെ ഒരു ഹണിമൂൺ എനിക്കാണെങ്കിൽ കാലും കൈയും അനക്കാൻ മേല, ആ ഷെൽഫിൻ്റെ അകത്ത് വളഞ്ഞു കുത്തിയിരുന്ന് എനിക്കിനി ഹണിമൂണും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇനി കുഴിയിലോട്ട് എടുക്കേണ്ട വരും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാൽ മൂന്നാർ പോയിട്ടാട്ടെ ഹണിമൂൺ, നിൻ്റെ കാല് ഞാൻ തിരുമ്മി തരാമെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഗീതു വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. ഗോവിന്ദ് ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് ഹണിമൂൺ സെറ്റാക്കാം എന്നോർത്ത് ഗോവിന്ദ് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന കിഷോറിനെയാണ്. കിഷോറിനോട് അവർണി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഡാഡിയുടെ സ്വത്തുക്കൾ തിരിച്ചെഴുതി തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം കിഷോർ പറയുകയാണ്, ഞാൻ എന്തായാലും എഴുതി തരുന്നില്ല, നിനക്ക് എന്തായാലും എന്നെ കൊല്ലാനൊന്നും പറ്റുമല്ല, നിൻ്റെ കുഞ്ഞിന് അച്ഛൻ വേണമെന്ന് എന്തായാലും നീ വെക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവർണി പറയാം, അച്ഛൻ വേണമെന്നുള്ള നിർബന്ധമാണ്, പക്ഷെ അച്ഛൻ്റെ കാലും കൈയൊക്കെ പോയെങ്കിലും അച്ഛൻ ജീവനോട് മാത്രം വേണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും കിഷോർ ഒന്ന് ഞെട്ടുവാണ്. ആ സമയത്ത് നമ്മുടെ അജാസ് വിളിക്കുവാണ് കേട്ടോ. അജാസ് വിളിച്ചിട്ട് ചോദിക്കുവാണ്, എന്തായി കാര്യങ്ങൾ, കിഷോർ സംസാരിച്ചോ പാർട്ട്ണറിനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവർക്ക് പറയുകയാണ്, അജാസ് വന്നോ, അജാസ് ഇവിടെ ഉണ്ടോ, ഇങ്ങ് വാ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും കിഷോറിനോട് നമ്മുടെ അവർണിക പറയുന്നുണ്ട്, അജാസ് അന്ന് വന്നപ്പോൾ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ചുമ്മാ നീ അതെന്നെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുവാണ്. അപ്പോൾ കിഷോർ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് അജാസ് വരുമ്പം അവർണിക വെള്ളോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. നേരെ കിഷോറും പുറകെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അജാസിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കിഷോർ ഇങ്ങനെ ആകെ ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുവാണ്. അജാസ് ചോദിക്കുന്നുണ്ട്, അവർണികയുടെ പാർട്ട്ണറിനോട് സംസാരിച്ചോ, എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കിഷോർ പറയാണ്, അല്ല അയാൾക്ക് സമ്മതമല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അജാസിനാകെ ദേഷ്യം വരുവാണ് കേട്ടോ. അവനിനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും കിഷോറിന് മനസ്സിലാവുകയാണ് പണിയാവുമെന്ന് മനസ്സിലായിട്ട് കിഷോർ പറഞ്ഞു, അല്ല ഞാൻ ഒന്നുകൂടെ സംസാരിച്ച് നോക്കാം എന്ന് പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് അവർണിക ഒരു പുച്ഛത്തോടെ കിഷോറിനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അജാസ് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സംസാരിക്കണം, സംസാരിച്ചാൽ മാത്രം പോരാ, അവർണികയുടെ ഫുൾ സ്വത്തും തിരിച്ച് അവർണികയുടെ പേരിൽ തന്നെ എഴുതി കൊടുക്കുകയും വേണം, എന്തായാലും കിഷോർ ഒന്നുകൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇനി അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാനിവിടുന്ന് പോവാണ്, എനിക്ക് കുറച്ച് അത്യാവശ്യ പരിപാടിയുണ്ട്, ഗോവിന്ദ് സാറിനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയെന്ന് പറയുമ്പോഴേക്കും അവനെ ചോദിക്കുന്നുണ്ട്, വിരോധം ഇല്ലെങ്കിൽ അത് എന്നോടും കൂടെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അയാൾ കയറി വണ്ടിയിൽ, ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. കഴിഞ്ഞ് അവർ രണ്ടും ഒരുമിച്ച് അവിടുന്ന് പോവാണ്. അത് കണ്ട കിഷോറിന് ആകെ ദേഷ്യവും കലിയൊക്കെ കയറി ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് കിഷോർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ, ഇവനിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ ഉള്ള പണിയാവും, ഇവനെ എങ്ങനെയും ശരിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന കിഷോറിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.